ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ഓഫ് എ ലബോറട്ടറി ആണ്. ഒരു ലാബ് ഓർഗനൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളൊക്കെ OJTക്ക് പോയ സമയത്ത് ആ ഒരു ലാബിൻ്റെ അറ്റ്മോസ്ഫിയറൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നിങ്ങൾ ശ്രദ്ധയിൽ നിങ്ങൾ പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ലാബ് ഓർഗനൈസ് ചെയ്യുമ്പം ആദ്യമായിട്ട് വേണ്ടത് സ്പേസ് ആണ്, അല്ലേ? അഡക്വേറ്റ് സ്പേസ് ഉണ്ടായിരിക്കണം, അതുപോലെ വെൻറ്റിലേഷൻ ഉണ്ടായിരിക്കണം, ലൈറ്റ് ഉണ്ടായിരിക്കണം, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പവർ സപ്ലൈ ആൻഡ് വാട്ടർ സപ്ലൈ അത് വേണം. പിന്നെ വർക്ക് ബെഞ്ചസ്, റിയേജൻസ്, എക്യുപ്മെൻറ്റ്സ്, ഈ കാര്യങ്ങളൊക്കെ വേണം ലാബിൽ. അതുകൂടാതെയോ സ്റ്റാഫും വേണം, ലാബ് ടെക്നീഷ്യൻസ് വേണം. ചില ലാബിൽ നമ്മൾ ലാബ് ഇൻചാർജിനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റാഫ് പാറ്റേണും വേണം. പിന്നെ ഏതൊക്കെയാണ് ലാബിൻ്റെ കമ്പോണൻസ്, വേറെ ഏതൊക്കെ സെക്ഷൻസ് ഉണ്ട് ലാബിൽ? റിസപ്ഷൻ ഏരിയ ഉണ്ട്, സ്പെസിമെൻ കളക്ഷൻ റൂമുണ്ട്, ഹെമറ്റോളജി, ബ്ലഡ് ബാങ്ക്, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, സിറോളജി, ക്ലിനിക്കൽ പത്തോളജി എന്നിങ്ങനെയുള്ള പല ഡിപ്പാർട്ട്മെൻറ്റ്സും നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? അടുത്തതായി ഒരു ലാബിൻ്റെ ലേ ഔട്ട് പ്ലാൻ എന്താണ്? അപ്പോൾ നമ്മൾ വീടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യമായിട്ട് പ്ലാനാണ് ഉണ്ടാക്കുക, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡ്രോയിങ് യൂസ്ഡ് ഫോർ ദ പ്ലാൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് എ ലബോറട്ടറി. ഒരു ലാബിൻ്റെ റിസപ്ഷൻ ഏരിയ എവിടെയായിരിക്കണം, സാമ്പിൾ കളക്ഷൻ ഏരിയ എവിടെയായിരിക്കണം, ഡിപ്പാർട്ട്മെൻറ്റ്സ് എവിടെയായിരിക്കണം, അതുപോലെ തന്നെ വർക്ക് ബെഞ്ചസിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കണം, ഇതൊക്കെ ആദ്യമേ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കുന്ന ഡ്രോയിങ്ങിനാണ് നമ്മൾ ലേ ഔട്ട് പ്ലാൻ എന്ന് പറയുക. അതുപോലെ തന്നെ ലാബ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ലൊക്കേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ ഒരു 2 സ്റ്റോറീഡ് ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ താഴത്തെ നിലയിലായിരിക്കും ലാബിന് ഏറ്റവും അനുയോജ്യം. കാരണം രോഗികൾക്ക് എത്തിപ്പെടാനൊക്കെയുള്ള സൗകര്യം താഴത്തെ ഫ്ലോറിലായിരിക്കും ഏറ്റവും എളുപ്പത്തിലുണ്ടാവുക. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്, നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ സ്റ്റാഫ് പാറ്റേൺസ്, അതുപോലെ ഇൻറ്റേർണൽ അറേഞ്ച്മെൻറ്റ്സ്, അതായത് ഡ്രെയിനേജ് സിസ്റ്റമൊക്കെ. അപ്പോൾ ലാബിൽ നിന്ന് വരുന്ന വേസ്റ്റ് മെറ്റീരിയലൊക്കെ ഇത് പബ്ലിക്കിന് ഒരിക്കലും ഒരു എന്താ പറയുക ബുദ്ധിമുട്ടാവരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റമൊക്കെ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് അടുത്ത ടോപ്പിക്കാണ് ഒരു റിക്വസ്റ്റ് ഫോം എന്താണ്, റിപ്പോർട്ട് ഫോം എന്താണ് എന്നുള്ളതാണ്. അതായത് ഒരു റിക്വസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ക്ലിനീഷ്യൻ ആൻഡ് ലബോറട്ടറി വിച്ച് ഇൻഡിക്കേറ്റ് ദ ടെസ്റ്റ് ടു ബി ഡൺ ഓൺ ദ പേഷ്യൻറ്റ്. അതായത് ഡോക്ടറും ലബോറട്ടറിയും തമ്മിലുള്ള ഒരു റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ രോഗി അസുഖം വന്നാൽ ആദ്യം ഡോക്ടറെയാണ് ചെന്ന് കാണുക, അല്ലേ? അപ്പോൾ ഈ ഡോക്ടർ ആ ഒരു അസുഖം റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി പല ടെസ്റ്റുകൾ എഴുതും. ആ ടെസ്റ്റുകൾ എഴുതി കൊടുക്കുന്ന ഫോമിനെയാണ് നമ്മൾ റിക്വസ്റ്റ് ഫോം എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഡോക്ടർ ഹാൻഡ് റിട്ടൺ ഫോം ആയിരിക്കും, കയ്യിൽ നമ്മൾ പ്രിസ്ക്രിപ്ഷൻ്റെ സൈഡിൽ എഴുതി തരുമായിരിക്കും ചെയ്യുക. അല്ലെങ്കിൽ പ്രീ പ്രിൻറ്റഡ് ഫോംസ് ഉണ്ടാവും. ഈ ഏതൊക്കെ ടെസ്റ്റ് ഉണ്ടെന്ന് ആദ്യമേ പ്രിൻ്റ് ചെയ്ത് അതിൽ ജസ്റ്റ് ടിക്ക് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ ഇത് 2 രീതിയിലാണുള്ളത്. ഒന്ന് റിട്ടൺ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രീ പ്രിൻറ്റഡ് ഉണ്ടാവും. പിന്നെ ഈ ഫോമിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവണം? പേഷ്യൻറ്റിൻ്റെ പേര്, അതുപോലെ IP/OP നമ്പർ, ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്ന ലാബൊക്കെ ആണെങ്കിൽ അതിൽ IP/OP നമ്പറൊക്കെ ഉണ്ടാവും പേഷ്യൻസിന്. ഇൻപേഷ്യൻ്റ് നമ്പർ അല്ലെങ്കിൽ ഔട്ട് പേഷ്യൻ്റ് നമ്പർ ഉണ്ടാവും. സാമ്പിൾ ഏതാണ്, ഈ ബ്ലഡാണോ, യൂറിനാണോ, സ്റ്റൂളാണോ എന്നിങ്ങനെയുള്ള സാമ്പിളിൻ്റെ ഡീറ്റെയിൽസ്, ഏതൊക്കെ ടെസ്റ്റാണ് ചെയ്യേണ്ടത്, അതുപോലെ ഡോക്ടറിൻ്റെ സിഗ്നേച്ചർ. ഇത്രയാണ് ഒരു റിക്വസ്റ്റ് ഫോമിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നോക്കൂ, ഇതിൽ റിക്വസ്റ്റ് ഫോംസിൻ്റെ മോഡൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ചിത്രം എന്ന് പറഞ്ഞാൽ ഡോക്ടർ എഴുതിയതാണ്. അതാണ് റിട്ടൺ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡോക്ടർ അതിൽ ആ പ്രിസ്ക്രിപ്ഷനിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും ഏതൊക്കെ ടെസ്റ്റാണ് ചെയ്യേണ്ടത്. 2ഉം 3ഉം ചിത്രങ്ങൾ അത് ലബോറട്ടറി റിക്വസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ പ്രീ പ്രിൻറ്റഡ് ആണ്. അതായത് ഇതിൻ്റെ മുകളിൽ ലാബ് റിക്വസ്റ്റ് ഏതൊക്കെ ടെസ്റ്റാണ് എന്നുള്ളത് അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നമ്മളല്ല ഡോക്ടർ ടിക്ക് ചെയ്ത് തരുവാണ് ചെയ്യുക ഏതൊക്കെ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇത് 2ഉം എന്താണ്? പ്രീ പ്രിൻറ്റഡ് ഫോംസ് ആണ്. അപ്പോൾ ഇതാണ് റിക്വസ്റ്റ് ഫോം. അടുത്തത് റിപ്പോർട്ട് ഫോമാണ്. റിപ്പോർട്ട് ഫോം എന്ന് പറഞ്ഞാൽ അത് ലാബ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഫോമാണ്. എപ്പം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് എഴുതി ലാബ് ഇഷ്യൂ ചെയ്യുന്ന ഫോമിനാണ് നമ്മൾ റിപ്പോർട്ട് ഫോം എന്ന് പറയുക.
ഇത് ഇതേ പറഞ്ഞ പോലെ തന്നെ പ്രീ പ്രിൻറ്റഡ് ആവാം അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആവാം. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവും? പേഷ്യൻറ്റിൻ്റെ പേരുണ്ടാവും, അതുപോലെ ഏജ്, സെക്സ്, ഡേറ്റ് ഓഫ് ടെസ്റ്റ്, പിന്നെ ഏത് ടെസ്റ്റാണ് ചെയ്തത് അല്ലേ, ടെസ്റ്റിൻ്റെ പേര്, അതിൻ്റെ യൂണിറ്റ്, റിസൾട്ട്, നോർമൽ വാല്യൂ, അതുപോലെ സിഗ്നേച്ചർ ഓഫ് ടെക്നീഷ്യനാണ് ഇത് സൈൻ ചെയ്യുക. അപ്പോൾ ഇത് 2 തരത്തിലുള്ള റിപ്പോർട്ട് ഫോംസ് ആണ്. ഒന്ന് പ്രീ പ്രിൻറ്റഡ് ഫോം, ലാബ് റിപ്പോർട്ട് ഫോം. അപ്പോൾ അതിൽ നമ്മൾ റിസൾട്ട് എഴുതി ചേർക്കുകയാണ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അതിൻ്റെ റെഫറൻസ് റേഞ്ച് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ രണ്ടാമത്തത് കമ്പ്യൂട്ടറൈസ്ഡ്. ഈ ചിത്രം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് ഫോമാണ്, കമ്പ്യൂട്ടറൈസ്ഡ് റിപ്പോർട്ട് ഫോം. അപ്പോൾ ഇതിൽ നമ്മൾ വാല്യൂസ് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തതിന് ശേഷം കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്യുന്ന ഒരു റിപ്പോർട്ട് ഫോമാണ്. അപ്പോൾ ഇതാണ് പ്രീ പ്രിൻറ്റഡും കമ്പ്യൂട്ടറൈസ്ഡ് റിപ്പോർട്ട് ഫോംസും. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ അടുത്തൊരു ടോപ്പിക്കാണ് സ്റ്റോക്ക് രജിസ്റ്റേഴ്സ്. എന്താണ് സ്റ്റോക്ക് രജിസ്റ്റർ? അപ്പോൾ നമുക്കറിയാം ലാബിൽ പലതരത്തിലുള്ള റിയേജൻസ്, എക്യുപ്മെൻറ്റ്സ്, അങ്ങനെ പല മെറ്റീരിയൽസും ഉണ്ട് അല്ലേ. ഇതിൻ്റെയൊക്കെ ഒരു കണക്ക് നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഇതിനാണ് നമ്മളൊരു സ്റ്റോക്ക് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ ഒരു റിയേജൻ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ റിയേജൻ്റിൽ നിന്ന് എത്ര ടെസ്റ്റുകൾ ചെയ്യാം എന്നതിൻ്റെയൊക്കെ ഒരു കണക്ക് നമ്മളെപ്പോഴും ലാബിൽ സൂക്ഷിച്ച് വെക്കണം. അതുകൂടാതെ ഒരു ലാബിൻ്റെ സ്മൂത്തായിട്ടുള്ള ഒരു ഫങ്ഷനിങ്ങിന് എന്ത് വേണം? റിയേജൻസ് തീരുന്നതിനനുസരിച്ച് നമുക്ക് ലാബിലേക്ക് വാങ്ങിക്കുകയും വേണം. അപ്പോൾ ഇതിനൊക്കെ ഒരു സ്റ്റോക്ക് രജിസ്റ്റർ അത്യാവശ്യമാണ്. അപ്പോൾ എന്താണ് സ്റ്റോക്ക് രജിസ്റ്റർ? സ്റ്റോക്ക് രജിസ്റ്റർ ഷോസ് ദ ഡീറ്റെയിൽസ് ഓഫ് കറൻറ്റ് സ്റ്റോക്ക് പൊസിഷൻ ഓഫ് മെറ്റീരിയൽസ്, റിയേജൻസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. It is necessary for the continuous supply of materials which helps the smooth functioning of lab. അതുപോലെ ലാബ് ഇൻചാർജിനാണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി, ഈ സ്റ്റോക്ക് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള സ്റ്റോക്ക് രജിസ്റ്റേഴ്സ് ഉണ്ട്? അപ്പോൾ ഇതിൽ 2 തരത്തിലുള്ള ഐറ്റംസ് ഉണ്ട്, കൺസ്യൂമബിൾ ഐറ്റംസും അതുപോലെ നോൺ കൺസ്യൂമബിൾ ഐറ്റംസും. കൺസ്യൂമബിൾ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോകുന്ന ഐറ്റംസാണ് കൺസ്യൂമബിൾ ഐറ്റംസ്. കെമിക്കൽസ്, റിയേജൻസ്, ഡിസ്പോസിബിൾ ആർട്ടിക്കിൾസ്, അതായത് നീഡിൽസ്, സിറിഞ്ച്, ഇതൊക്കെ കൺസ്യൂമബിൾ ഐറ്റംസിൻ്റെ എക്സാമ്പിൾസാണ്. നോൺ കൺസ്യൂമബിൾ ഐറ്റംസ് ഏതൊക്കെയാണ്? അത് തീർന്നു പോവാത്ത, അതായത് നമുക്കെപ്പോഴും ലാബിലുള്ളവ, എക്യുപ്മെൻറ്റ്സ്, ഗ്ലാസ് വെയർസ്, ഫർണിച്ചേഴ്സ്, ഇതൊക്കെ നോൺ കൺസ്യൂമബിൾ ഐറ്റംസാണ്. അപ്പോൾ ഇതിന് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് മെയിൻറ്റെയിൻ ചെയ്യണം? സ്റ്റോക്ക് രജിസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ നമ്മളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. നോൺ കൺസ്യൂമബിൾ ഐറ്റംസിൻ്റെ സ്റ്റോക്ക് രജിസ്റ്ററും അതുപോലെ കൺസ്യൂമബിൾ ഐറ്റംസിൻ്റെ സ്റ്റോക്ക് രജിസ്റ്ററും. അതിലെന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എൻട്രി ചെയ്യണം? സീരിയൽ നമ്പർ, ഡേറ്റ് ഓഫ് പർച്ചേസ്, ബിൽ നമ്പർ, ക്വാണ്ടിറ്റി എത്ര മേടിച്ചു എന്നുള്ളത്, അതിൻ്റെ റേറ്റ്, എമൗണ്ട്, പ്രസൻറ്റ് സ്റ്റോക്ക്, ബാലൻസ് എത്രയുണ്ട്, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇതാണ് നോൺ കൺസ്യൂമർ. അപ്പോൾ നോൺ കൺസ്യൂമബിൾ ഐറ്റംസിനും കൺസ്യൂമബിൾ ഐറ്റംസിനും സെപ്പറേറ്റ് സ്റ്റോക്ക് രജിസ്റ്റേഴ്സാണ്. അപ്പോൾ കൺസ്യൂമബിൾ ഐറ്റംസിൽ ഒരു കോളം എക്സ്ട്രാ വരും, എന്താണ്? ഇഷ്യൂഡ് എന്നുള്ളത്, അതായത് എത്ര നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളത് കാര്യം കൂടി കൺസ്യൂമബിൾ ഐറ്റംസിൻ്റെ രജിസ്റ്ററിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് സ്റ്റോക്ക് രജിസ്റ്റേഴ്സ്. അടുത്തത് അതിന് ഓർഡർ ഫോമാണ്. ഓർഡർ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം നമ്മുടെ ലാബിൽ സാധനങ്ങളൊക്കെ തീരുവാണെങ്കിൽ നമ്മൾ മേടിക്കുന്നത് എവിടുന്നാണ്? ഈ സാധനങ്ങൾ ലാബിലേക്ക് സപ്ലൈ ചെയ്യുന്ന ആളുണ്ടാവും, അതാണ് ഡിസ്ട്രിബ്യൂട്ടർ. അതായത് മാനുഫാക്ചറിൽ നിന്ന് സാധനങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളാണ് ഡിസ്ട്രിബ്യൂട്ടർ. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടറെയാണ് നമ്മൾ സമീപിക്കുക. അപ്പോൾ ഏതൊക്കെ സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്, ഏതൊക്കെ റിയേജൻസ് ആണ് വേണ്ടത്, ഏതൊക്കെ കിറ്റാണ് വേണ്ടത്, നമ്മൾ റിട്ടൺ ഫോമാറ്റിൽ അത് എഴുതി കൊടുക്കണം. അതിനാണ് നമ്മൾ ഓർഡർ ഫോംസ് എന്ന് പറയുക. അപ്പോൾ നമ്മുടെ അതോറിറ്റി, അതായത് ഓർഡറിങ് അതോറിറ്റി, ലാബ് ഇൻചാർജിന് ഏതൊക്കെ കമ്പനീസ് ഉണ്ട്, അതുപോലെ ഏതൊക്കെ പ്രൊഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു നല്ല അവബോധം വേണം, നല്ലൊരു അറിവ് വേണം. എന്നാലേ നമുക്ക് ഈ ഡിസ്ട്രിബ്യൂട്ടറിന് ഇന്ന സാധനമാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് സമീപിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വാട്ട് ഈസ് ആൻ ഓർഡർ ഫോം? ഇറ്റ് ഈസ് എ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എ ലബോറട്ടറി ആൻഡ് എ ഡിസ്ട്രിബ്യൂട്ടർ, ആസ്കിങ് ദ ഡിസ്ട്രിബ്യൂട്ടർ ഫോർ ദ സപ്ലൈ ഓഫ് എക്യുപ്മെൻറ്റ്സ്, റിയേജൻസ്, കെമിക്കൽസ് ഓർ കിറ്റ്സ്, ഡയഗ്നോസ്റ്റിക് കിറ്റ്സ്. അപ്പോൾ ഡിഫറെൻറ്റ് കമ്പനീസിൻ്റെ പ്രോഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഓർഡർ ഫോമിൽ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്?
നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഓർഡറിംഗ് ഫേം, ഡേറ്റ് ഓഫ് ഓർഡർ, നെയിം ഓഫ് ദ പ്രോഡക്റ്റ്, നെയിം ഓഫ് ദ മാനുഫാക്ചറർ, പാക്ക് സൈസ് ഓർ വോളിയം, എത്ര ക്വാണ്ടിറ്റി വേണം, എത്ര സമയത്തിനുള്ളിൽ സപ്ലൈ ചെയ്യണം, ടൈം ലിമിറ്റ്, വേഗം വേണോ അതല്ല കുറച്ച് ഡിലേഡ് ആയിട്ട് മതിയോ എന്നുള്ള കാര്യം, അങ്ങനെ കോണ്ടാക്റ്റ് അതോറിറ്റിയുടെ പേരും സിഗ്നേച്ചറും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഓർഡർ ഫോമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഒരു ലാബ് ഓർഗനൈസേഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിഫറെൻറ്റ് ഏരിയാസിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ലബോറട്ടറി